ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പച്ചു ആൻഡ് പാത്തു ഒഫീഷ്യൽ. ഇത് നമ്മൾ നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. അതായത് കുറേ പേരായി നമ്മളോട് ഇപ്പോൾ ചോദിക്കണേ എന്താണ് ലൈവ് വരാത്തതെന്ന് ചോദിക്കണം. അപ്പം നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ എൻ്റെ ഫോണിൽ നിന്ന് യൂട്യൂബിൽ റിപ്ലൈ കൊടുക്കുമ്പോൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുമ്പോൾ എറർ റെക്കോർഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറേ ഇങ്ങനെ കാര്യം നോക്കി. അപ്പോൾ അങ്ങനെ വേറെ ഒന്നിലും കാണിക്കില്ല. പിന്നെ ഉമ്മച്ചിയുടെ ഫോണിലാണ് YT സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലൈവ് എന്താ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ലൈവ് പോയായിരുന്നു. ലൈവ് പോയി കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ലൈവ് ആയിരുന്നു. ലാസ്റ്റ് ഇവൾ മാത്രം വന്നൊരു ലൈവായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ലൈവ് കട്ടായിപ്പോയി. അപ്പം ഞങ്ങൾ ഓർത്തു ചിലപ്പോൾ ഡാറ്റയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്ന് ഓർത്തു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ആരോ റിപ്പോർട്ട് അടിച്ചാണ്. ലാംഗ്വേജാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നേക്കാണ് യൂട്യൂബിൽ നിന്ന്. എന്നിട്ട് അവർ ആ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുകയാണ് എന്നും പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വന്നേക്കാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, അതിൽ വേണമെങ്കിൽ ആക്ഷൻ എടുക്കാം നമുക്കെന്ന് പറഞ്ഞു. അതിൽ പക്ഷേ നമ്മുടെ ചാനൽ വരെയും പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും കൺഫ്യൂഷനായി, എന്തിപ്പോൾ പറ്റിയെന്നായിപ്പോയി. നമുക്കും കത്തിയില്ല. 3-4 ദിവസം മുമ്പ്, അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങിയൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായി. പക്ഷെ അത് നമ്മൾ ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയമായതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ചാനൽ ലൈവ് 2 തവണ പോകാൻ പറ്റും. ആ 2 തവണ പോകുമ്പോൾ നമുക്ക് സബിനെ കിട്ടണം, അതിൽ നിന്ന് വാച്ച് അവറും കിട്ടണം എന്നൊരു സംഭവമുണ്ട്. നമുക്കത് കിട്ടാണ്ടായപ്പോൾ അങ്ങനെ ലൈവ് റിപ്പോർട്ടായി പോയിട്ട് ഒരാഴ്ച നമുക്ക് സമയം എടുത്തിട്ടാണ് നമുക്ക് ലൈവ് തിരിച്ച് കിട്ടി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഹാപ്പി ആയ ഒരു ദിവസം ലൈവ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി, ഒരാഴ്ചക്കുള്ളിൽ കിട്ടി. അത് കഴിഞ്ഞിട്ടും ഒരു തവണ ലൈവ് ഇതുപോലെ റിപ്പോർട്ടായിപ്പോയി. അത് പക്ഷേ ചൈൽഡ് ഒറ്റയ്ക്ക് ലൈവിൽ കയറിയിരുന്നു എന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ടായത്. അപ്പം നമുക്കത് മനസ്സിലായി, ചൈൽഡ് അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ പേര് നമ്മളോട് പറഞ്ഞായിരുന്നു ലൈവിൽ നമ്മുടെ ഏജ് പറയാൻ പാടില്ല, ഏജ് പറയുമ്പോഴാണ് നമ്മുടെ ഇങ്ങനെ ലൈവ് റിപ്പോർട്ടായി പോകണമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ അതൊക്കെ മാനിച്ചിട്ടാണ് പിന്നെ ലൈവ് ചെയ്തത്. പിന്നെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടും നമുക്ക് ആ ലൈവ് നമ്മുടെ തിരിച്ചിട്ടിട്ടില്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം, എത്ര ദിവസം കഴിഞ്ഞാലാണ് ലൈവ് കിട്ടാന്ന് പറയണം. ഒരാഴ്ച കൂടുതലായി. നമ്മൾ ചാനൽ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ആളുകളോട്, നമ്മൾ ചാനലുള്ള ആളുകളോട്, നമുക്കറിയാവുന്ന ആളുകളോടും നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറയണത് അവർക്ക് അങ്ങനെ ലൈവ് റിപ്പോർട്ട് അയക്കേണ്ട എത്ര ദിവസം കഴിഞ്ഞ് കിട്ടും എന്നറിയത്തില്ല എന്ന് പറയണേ. ഇതിപ്പോൾ നമ്മളറിയാവുന്ന കുറേ പേരായി നമ്മളോട് ചോദിക്കാനുണ്ട് കുറേ പേര്. ഇങ്ങനെ ലൈവ് റിപ്പോർട്ടായാലോ, ഇനി എന്നാ വരിക, ഇനി എത്ര ദിവസം എടുക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കും അത് കറക്റ്റ് അറിയില്ല. നമ്മളും പരമാവധി ലൈവ് തിരിച്ച് പിടിക്കാനാണ് നോക്കണേ. കാരണം വാച്ച് അവർ എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത് ഇച്ചിരി ടഫാണ് കംപ്ലീറ്റ് ആക്കാൻ. സോ നമ്മളും ഇങ്ങനെ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് അതെങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടാൻ വേണ്ടി. ഞങ്ങൾക്ക് 2K ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2K ഫാമിലിയും ആയിട്ടുണ്ട്. അതേപോലെ സന്തോഷം സങ്കടം എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്. താങ്ക് യു എല്ലാവരോടും. വലിയൊരു താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം നമ്മൾ ഒരിക്കലും ഓർത്തിട്ടില്ല. അതെ, ഇത് ഞങ്ങൾ വേറൊരു വ്ലോഗ് ഇടുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു. നമ്മളെന്തായാലും ലൈവ് തിരിച്ച് കിട്ടുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ട് ലൈവിൽ കമൻറ്റും ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ആക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.